ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇവാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കപ്പൽ യാത്രയുടെ വീഡിയോ ആണ്. ഇത് നമ്മൾ തുടങ്ങുന്ന തന്നെ കപ്പലിൻ്റെ ഉള്ളിൽ വശമാണ്. ഇത് നമ്മളൊരു വലിയ നില കപ്പലാണ്. ഇപ്പോൾ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യും, ഫെറി. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ മീൻസ് ഫസ്റ്റ് ഫ്ലോറ്. പിന്നെ അതിൻ്റെ മേലെ തേർഡ് ഫ്ലോറ് അതിൻ്റെ ഇതാണ്, ബാൽക്കണിയാണ്. അപ്പോൾ അവിടെയും ആൾക്കാർക്ക് ഇരിക്കുക, എടുക്കുക, അതായത് സെറ്റപ്പുകൾ കാണുന്നത്. അത്ര ഭയങ്കര ആഡംബര കപ്പലൊന്നും അല്ല, പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യാത്രകൾക്ക് ഉപയോഗിക്കുന്ന കപ്പലാണ്. അത്യാവശ്യം വണ്ടി 3-4 വണ്ടി, വലിയ വണ്ടികളും ഒക്കെ കയറും. ആ ഒരു സൗകര്യമുള്ള ഒരു ഇതാണ്. പിന്നെ ഞാൻ അവിടെ പോയാലും ബാത്റൂം നോക്കും. അത് പ്രത്യേകിച്ച് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമാണ് ആദ്യം ചെക്ക് ചെയ്യുക. ബാത്റൂം കുഴപ്പമില്ല ഒരു കപ്പലിൽ. ഇപ്പോൾ ആ ഒരു കപ്പലിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു ബാത്റൂം. ഇപ്പോൾ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ നമുക്ക് നിവർത്തിയില്ലല്ലോ, നമ്മൾ യാത്ര ചെയ്തല്ലേ പറ്റുള്ളൂ. നമുക്കൊരു റുവാങ്ങൻ VIP ഉണ്ട്, അത് കുറച്ച് പ്രൈസ് കൂടിയിട്ട് നമുക്ക് ഇത്ര ഇതായിട്ട് നമുക്ക് ഫിക്സ് ആയിട്ട് നമുക്കൊരു സീറ്റ് നമ്പർ ഉണ്ടാവും, കറക്റ്റ് AC ഉണ്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെന്താ, ഈ കാണാനാണ് നൈറ്റായി, രാത്രിയായി. അപ്പോൾ രാത്രിയുടെ ഒരു വ്യൂ ഞാൻ ഇങ്ങനെ നൈറ്റിലൊന്നും കപ്പൽ യാത്ര ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതൊരു ടൂറല്ല, പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നതാണ്. പക്ഷേ നമ്മൾ ടൂറായിട്ടും നല്ലൊരു പോസിറ്റീവായിട്ട് എടുക്കണമെങ്കിൽ നമുക്കിതൊക്കെ ഒരു പോസിറ്റീവാണ്. നമുക്ക് പല എക്സ്പീരിയൻസാണ്. അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസുകൾ എടുക്കും. ഞാൻ മുന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്നതൊന്നും ചെയ്തിരുന്നില്ല വീഡിയോസൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണേണ്ടവർക്ക് കാണാനൊക്കെ ആയിട്ടൊരു വീഡിയോ നല്ല ഒരു ഇതല്ലേ. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കുന്നതൊക്കെ ഞാൻ ഇപ്പോൾ ഇത് ഇതിൽ തന്നെ കാണിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ. ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇറങ്ങണതാണ്, നൈറ്റിൽ ഞാൻ ഇറങ്ങി പോകണം. എന്നിട്ട് നാളെയല്ല പിന്നത്തെ ഒരു ദിവസം തിരിച്ച് വരുമ്പോൾ ടിക്കറ്റ് എടുക്കണ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെന്താ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഒരു ഇന്തോനേഷ്യയിലെ കപ്പൽ യാത്രയുടെ വിശേഷങ്ങളാണ്. കണ്ടില്ലേ, അടിയിലെ ഏറ്റവും ഇത് താഴെയുള്ള ഫ്ലോറാണ്. ഇവിടെ വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫെറി നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കൊച്ചിയിലൊക്കെ ഉണ്ട്, ഞാൻ പോയിട്ടുണ്ട് മോനെ. അപ്പോൾ ആ ഒരു സെറ്റപ്പ്. അത് കഴിഞ്ഞത് പിന്നെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് പോരുന്ന ഒരു വീഡിയോ ആണ്. സെയിം കപ്പൽ തന്നെ നമ്മൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ടിക്കറ്റ് കൗണ്ടറാണ്. വലിയ സെറ്റപ്പ് ഉള്ളത് സ്ഥലമൊന്നുമല്ല, ചെറിയൊരു കപ്പൽ, അതായത് ചെറിയൊരു ഐലൻഡാണ്. അവിടേക്ക് കപ്പലേ പോവുള്ളൂ, ഫ്ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. കപ്പൽ എന്ന് പറഞ്ഞാൽ ഉള്ളതിലിപ്പോൾ ഞാൻ ഏറ്റവും ബെറ്റർ കപ്പലാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇതിനേക്കാളും ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലൊന്നും ഞാൻ അത്ര റിസ്ക് എടുക്കാൻ എനിക്ക് ധൈര്യമില്ല. അപ്പോൾ ഇതവിടുത്തെ ആ കപ്പലിൻ്റെ കൗണ്ടറും അവിടെ ചെറിയൊരു ഭക്ഷണം കൊടുക്കാനുള്ള സെറ്റപ്പും വെയിറ്റിംഗ് ഷെഡൊക്കെ ആയിട്ടൊരു സംഭവം. അപ്പോൾ അങ്ങനെ അതിലാണ്. വേറെന്താ, അപ്പം അങ്ങനത്തെ വിശേഷങ്ങൾ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറയാൻ എന്താന്നുള്ളത് കിട്ടില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ കപ്പൽ വരുന്നുണ്ട്. ഇത് ഷട്ടിൽ സർവീസാണ്. ഇത് ഇവിടെ നിന്ന് ഞാൻ പോകേണ്ട സ്ഥലത്തേക്കും വരേണ്ട സ്ഥലത്തേക്കും. ഇത് സുലവസി എന്ന് പറഞ്ഞിട്ടുള്ള വവോണി എന്ന് പറഞ്ഞ ദ്വീപിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ ദ്വീപിൽ നിന്ന് എനിക്ക് കണ്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഞാൻ കണ്ടാരിയിൽ നിന്ന് വന്നത്, ഇപ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ട് പോകാനുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുക്കണത്. നേരത്തെ കണ്ടത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ വന്ന ടിക്കറ്റ് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അങ്ങനെ ഇതാണ് നമ്മളെ കപ്പൽ, 3 ലെയറായിട്ട്. നമ്മളെ പിള്ളേരെ കുറച്ചവിടെ അങ്ങനെ കണ്ട് ഇന്ത്യ എന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇതായി, സന്തോഷമായി ഐറ്റങ്ങൾക്ക്. അങ്ങനെ അവർക്ക് ഇന്ത്യക്കാരോടൊക്കെ വലിയ സ്നേഹമാണ് ഇവിടെ ഇന്തോനേഷ്യയിലൊക്കെ. വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ട നല്ല വൃത്തിയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയണ, നമ്മളിപ്പോൾ ഇതാണ് കപ്പലിലേക്ക് കയറണം. ഈ കപ്പലിലാണ് ഞാൻ വന്നതും ഇപ്പോൾ തിരിച്ച് പോകാൻ പോണതും. കപ്പലിൻ്റെ ഉൾവശമൊക്കെ കാണിച്ചല്ല, ഒരു 2 സെറ്റപ്പ്. ഒന്ന് സാധാ ആൾക്കാർക്ക് സെറ്റ് ചെയ്താണല്ലോ, പിന്നെ VIP, പിന്നെ മേലെ വേണമെങ്കിലും മേലെ ഇരിക്കാൻ നല്ല രസമായിട്ടാണ് ഞാൻ മേലെ പോയിരുന്നത്. ആദ്യം വെറുതെ VIP ഒക്കെ എടുത്ത് വെറുതെ പൈസ കളഞ്ഞു, നമുക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ലത് മേലെയാണ്. കണ്ട ഓരോ ദ്വീപുകൾ, ചെറിയ ചെറിയ ദ്വീപുകൾ ഈ പോണ വഴിയിലൊക്കെ കാണാം. ഇവിടെയാണ് നല്ല രസമുള്ളൊരു സ്ഥലം, ബാൽക്കണി പോലെ ഇവിടെ ഇരിക്കുക. പക്ഷേ വെയിലും മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആൾക്കാർ അതിൻ്റെ ഇരിക്കണൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ വേറെന്താ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതാണ് നമ്മളൊരു കപ്പൽ യാത്ര ഇന്തോനേഷ്യയിലെ ഡൊമസ്റ്റിക് ആയിട്ട്, മീൻസ് നമ്മളെ ഉള്ളിലുള്ളത് തന്നെ. പക്ഷേ ഇത് ചെറിയൊരു ഐലൻഡ് ആയതുകൊണ്ട് നമുക്കൊരു ഹാഫ് ഡേയിൽ നമുക്ക് യാത്ര ചെയ്യാം. വലിയ ദൂരമുള്ള ഐലൻഡിലേക്കൊക്കെ ആണെങ്കിൽ കപ്പലിൽ പോക്ക് നമുക്ക് കൊണ്ട് നടക്കില്ല, മിക്കതും ഫ്ലൈറ്റിലാണ് പോക്ക്. ഇതിപ്പോൾ അടുത്തുള്ളതാണ്, ഫ്ലൈറ്റ് ഇല്ല, വേറെ നിവർത്തിയില്ല നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ പോയത് നമ്മൾ എത്തി. അപ്പോൾ ആ സ്ഥലവും കാര്യങ്ങളും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വേറെ നമ്മൾ കണ്ടാരിക്കാണ് പോകുന്നത്, വവോണിയിൽ നിന്ന്. നേരത്തെ ആദ്യം കണ്ടത് കണ്ടാരിയിൽ നിന്ന് വവോണി പോയത്.
അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെത്തി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യുക, പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായാൽ കാണാം, ഇഷ്ടമായില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചിലപ്പോൾ ഒക്കെ നല്ല ഇഷ്ടമുള്ള വീഡിയോസൊക്കെ വരാം. അപ്പോൾ അതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തായാലും ഇന്തോനേഷ്യൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കിങ്ങനെ എടുക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് മിസ്സാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യും. താല്പര്യമുള്ളതൊക്കെ കാണാം, അല്ലാത്തത് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കണ്ടതിനൊക്കെ താങ്ക്സ്. ഓക്കെ.